നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം ഈ കൊള്ളയിലെ മുതലുകൾ സംബന്ധിച്ച ശാസ്ത്രീയ പരിശോധനാ ഫലം പുറത്തു വരുന്നതാണ്. ഇതനുസരിച്ച് വ്യാപകമായ തോതിൽ ഇവർ സ്വർണം ഇവിടെ നിന്ന് ഈ മാഫിയ സംഘം അടിച്ചു മാറ്റിയിട്ടുണ്ടോ, ഇവിടെ ഉള്ളതെല്ലാം തന്നെ ഇപ്പോഴും സ്വർണ്ണ പാളികൾ തന്നെയാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏറെ ചർച്ചയാകാനും വിവാദമാകാനുമാണ് സാധ്യത. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ശബരിമല കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഈ ഒരു കൊള്ളസംഘം ഇവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങളാണ് എടുത്തുകൊണ്ട് പോയിട്ടുള്ളത്, ഇവർ തിരികെ കൊണ്ടുവച്ച സാധനങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് തന്നെയാണോ, അത് സ്വർണം തന്നെയാണോ, അത് വെറും സ്വർണം പൂശിയതാണോ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ VSSCയിലാണ് പരിശോധന നടത്തിയത്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനം എന്നുള്ള നിലയിൽ VSSCയിൽ നടക്കുന്ന പരീക്ഷണങ്ങൾ അല്ലെങ്കിൽ അവിടെ നടക്കുന്ന പരിശോധനയെക്കുറിച്ച് ആർക്കും തർക്കം ഉന്നയിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ വരുമ്പോൾ ഭാവിയിൽ ഒരുപക്ഷെ ഈ കേസ് CBI ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുകയാണെങ്കിലും അവർക്ക് അന്വേഷണത്തിന് കൂടുതൽ സഹായകരമായ രീതിയിലേക്കായിരിക്കും ഈ അന്വേഷണ റിപ്പോർട്ട് സഹായിക്കുക എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. ഏതായാലും വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൻ്റെ വിശദാംശങ്ങൾ ഒരുപക്ഷെ നമ്മെ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതും അമ്പരപ്പിക്കുന്നതും ഒക്കെ ആയിരിക്കാനാണ് സാധ്യത എന്ന് വേണം കരുതാൻ. കാരണം നമ്മൾ ഓരോരോ ദിവസവും കഴിയുന്തോറും ശബരിമലയിലെ കൊള്ളയെക്കുറിച്ചുള്ള കൂടുതൽ വ്യാപകമായ രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ശബരിമലയിലെ പല പുണ്യ സാധനങ്ങളുമൊക്കെ തന്നെ ഇവർ അടിച്ചു മാറ്റി വിറ്റ് കാണുമോ, അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കുമോ ഒരുപക്ഷെ ഇപ്പോഴവിടെ ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ വിശദമായ രീതിയിലുള്ള അന്വേഷണം ഇനിയുള്ള ദിവസങ്ങളിൽ നടത്താൻ പ്രത്യേക അന്വേഷണ സംഘം നിർബന്ധിതരാകും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ തന്നെ CBI കേസ് അന്വേഷിക്കാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് വാജിവാഹനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങൾക്ക് തന്നെ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ്. കാരണം അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു. പക്ഷേ അജയ് തറയലിനെ പോലെയുള്ള ഒരു പ്രമുഖനായ കോൺഗ്രസ് നേതാവായിരുന്നു ദേവസ്വം ബോർഡിൽ അംഗമായിരുന്നത്. തന്ത്രിക്ക് ഈ വാജിവാഹനം, പഴയ വാജിവാഹനം കൊണ്ടുപോകാനുള്ള അർഹത ഉണ്ടായിരുന്നു, അവകാശമുണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം അജയ് തറയിൽ പറഞ്ഞത്. എന്നാൽ അങ്ങനെ അല്ലെന്ന് 2012 തന്നെ ശബരിമലയിൽ നിന്നല്ല ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലെയും വസ്തുക്കൾ മാറ്റി സ്ഥാപിക്കുമ്പോൾ പഴയത് അവിടുത്തെ തന്ത്രിമാർക്ക് കൊണ്ടുപോകാൻ നല്ല ആർക്കും കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നും അത് ദേവസ്വം ബോർഡ് സൂക്ഷിക്കണം എന്നും കർശനമായ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നതായും ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള എല്ലാ ദേവസ്വങ്ങൾക്കും, അതായത് എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് CPM മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസും വല്ലാതെ വെട്ടിലാകുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും ഈ ഒരു പുതിയ വെളിപ്പെടുത്തൽ എന്നുള്ള കാര്യവും ഉറപ്പാണ്. അതിനിടെ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണം മുറുകുകയാണ്. ഈ വാജിവാഹനം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട് എന്നാണ് തന്ത്രി അന്വേഷണ സംഘത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ ഇത് ഹൈദരാബാദിലൊരാൾക്ക് നേരത്തെ വിറ്റിരുന്നതായി ചില സൂചനകൾ ലഭിച്ചിരുന്നു. അവിടെ നിന്ന് കേസിൽ വലിയ വിവാദമായ സമയത്താണ് ഇത് തിരികെ എത്തിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച ഒരുപാട് ദുരൂഹതകൾ ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് വലിയൊരു മാഫിയ സംഘമാണ്, അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബന്ധമുള്ള റാക്കറ്റുകൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു സൂചന നൽകുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് CBI തന്നെ അന്വേഷിക്കേണ്ടി വരും എന്നാണ് പൊതുവെ എല്ലാവരും കരുതുന്നത്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒഴിയാബാധയായി മാറിയിരിക്കുകയാണ്. ശബരിമലയിൽ നടത്തിയ കൊള്ള CPMൻ്റെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലാ സാധ്യതകളെയും പൂർണ്ണമായും ഇല്ലാതാക്കുന്ന രീതിയിലേക്കാണ് പോയത്. ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇത് അവരെ ദോഷകരമായി ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഇത്രയും നാൾ CPMനെ ഇക്കാര്യത്തിൽ വിമർശിച്ചിരുന്ന കോൺഗ്രസും ഈ വാജിവാഹനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ കുരുക്കിലേക്കാണ് നീങ്ങുന്നത്. എന്നാൽ കോൺഗ്രസ് നേതാവ് അജയ് തറയിലാകട്ടെ തനിക്ക് ഇതേക്കുറിച്ച് അറിയില്ലായിരുന്നുവെന്നും ആരും തനിക്കിത് പറഞ്ഞു തന്നിട്ടില്ലായിരുന്നുവെന്നും പറഞ്ഞ് വിശദീകരണം നടത്തി ആകെ കുഴപ്പത്തിലായ ഒരു ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചും ഇത് ഏറെ ദോഷം ചെയ്യാനുള്ള സാധ്യതയിലേക്ക് പോകുന്നത്. അപ്പോൾ ആര് ഭരിച്ചാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ നടക്കുന്ന കൊടിയ ക്രമക്കേടുകളുടെ ഏറ്റവും വലിയൊരു ഉദാഹരണമായി ഈ ശബരിമല സ്വർണ്ണക്കൊള്ള മാറുമോ എന്നാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത്. മാത്രവുമല്ല, ദേവസ്വം ബോർഡിന് കീഴിലുള്ള മറ്റെത്രയോ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളുണ്ട്, അവിടെ വളരെ അമൂല്യമായ ഒരുപാട് വസ്തുക്കളുണ്ട്. അവയൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അറ്റകുറ്റപ്പണിക്കുന്നോ മറ്റോ പുറത്ത് കൊണ്ടുപോയതിന് ശേഷം ഇത് മാറ്റി അവയുടെ ഡ്യൂപ്ലിക്കേറ്റ് ആണോ തിരികെ കൊണ്ടുവച്ചത് എന്ന് സംശയിക്കുന്നുണ്ട്. അതുപോലെ ഈ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള അമൂല്യ വസ്തുക്കളൊക്കെ തന്നെ വിലമതിക്കാനാവാത്തതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള ഒരാൾ ഇതെല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യവും ഉയരുന്നുണ്ട്. ഏതായാലും ശാസ്ത്രീയ പരിശോധനയുടെ ഫലം പുറത്തു വരുമ്പോൾ ഇനിയും കൂടുതൽ പേർ അകത്താകാൻ തന്നെയാണ് സാധ്യത എന്നാണ് സൂചന.